അമ്മ രാവിലെ എന്താ കഴിക്കാൻ? രാവിലത്തേക്ക് എന്തോ അമ്മ കഴിക്കാൻ? എന്തോ ഉണ്ടാക്കുന്നേ? രാവിലെ ഇനി എന്തോ ഉണ്ടാക്കുന്നേ? നേരം വെളുക്കട്ടെ എന്തേലും ഉണ്ടാക്കാം. രാവിലെ ഇനി എന്തോ ഉണ്ടാക്കുന്നേ? എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്തൊക്കെയായിരുന്നു തള്ളി വിട്ടത്? അകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. അതിനിപ്പോ എന്താ പറ്റി? രാവിലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നിനക്ക് കുണ്ടിന്റെ കൂടെ ഒരു തള്ളും കൂടെ വേണ്ടായോ? എല്ലാം തള്ളു മാത്രമല്ലേ ഉള്ളൂ. എന്തോ മീനാ? സൂപ്പർ ഫാസ്റ്റ് ആണോ പോയത്? മീൻ കച്ചവടം ഇപ്പൊ സൂപ്പർ ഫാസ്റ്റിലാക്കി, നിർത്താതെ അങ്ങ് പോയി. ഇനിയിപ്പോ ഓർഡിനറി വല്ലതും വരുന്നോ നോക്കാം. അമ്മ എന്റെ കയ്യിൽ ഇവിടെ തൊടുത്തിരിക്കുന്നുണ്ടോ? ചാമ എടുത്തോട്ടി. ചാമടയിൽ എന്തോ മരുന്ന്? ചാമടയിൽ അതിനുള്ള മരുന്നൊക്കെ ഉണ്ട്. ഇവിടെ ചോറി ശരിയാവും. ശ്യാമന്റെ കാല് പറയുന്നു. ഇപ്പൊ മാറണ്ടോ? ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട്. ഇത് പെട്ടിക്ക് ഇപ്പൊ മാറും. കാല് കട്ടറും പഠിച്ചു. ഇത് പെട്ടാ ഇപ്പൊ മാറും. ചേച്ചി, അതെ, ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ബാത്റൂം എവിടെയാ? അപ്പുറത്തെ സൈഡിലുണ്ട്. ആരാ? യൂറിൻ സംബന്ധമായ അസുഖം ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം. എന്താ പേര്? കിഡ്നി സ്റ്റോൺ. ആൾക്കാർക്ക് ഇങ്ങനെ പേരിടൂ? കിഡ്നി സ്റ്റോൺ കേൾക്കാൻ നല്ല രസമുണ്ട്. അമ്മ രാവിലെ എന്താ കഴിക്കാൻ? അൽഫാം. അൽഫാം കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞേ. കൊടുക്കറേജ നട്ടപ്പുറം നോക്കി വരണം. കാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി എന്തോ അവിടെ പരിപാടി? മുന്തിരി വള്ളി കൊറേ നേരം ആയല്ലോ തളിർത്ത് പൂവിടുകയും കൊറേ നേരമായി. ആതള നാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. കൊടുക്കറേജ നട്ടപ്പുറം നോക്കി വരണം. കൊത്തി കൊത്തി പുറത്തേക്ക് കയറി കൊത്തുന്നു. ആര് പുറത്തേക്ക് കയറി കൊത്തി? അതിനെന്തിനാ എന്റെ പുറമടിച്ച് പൊട്ടിക്കുന്നത്? ആരോടായിരുന്നു ശൃംഗാരം? ശൃംഗാരമോ? എടുക്കവിടെ. വായനാദിന മത്സരം നമ്പർ എടുക്കുന്നു. സത്യം പറഞ്ഞാണോ? വായനാ ദിനം പ്രമാണിച്ചേ ക്ലബിൽ മത്സരത്തിന് അയച്ചു കൊടുത്തതാ. സേതു വിളിച്ചു പറഞ്ഞിട്ട്. അയ്യോ, വേദനിച്ചോ? ഞാനേ അടിക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു. അമ്മയാ മടലെടുത്ത് തന്നെ. ഇതിനറിയില്ല ഇങ്ങനെ കണ്ണു പൊട്ടുന്ന കള്ളം പറഞ്ഞത്. ഞാൻ അടുപ്പി വെക്കാനല്ലേ മടന്റെ അടുത്ത് തന്നെ. എന്നെ എടുത്ത് അടുപ്പി വെക്കാൻ പറയാഞ്ഞത് ഭാഗ്യം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പറഞ്ഞിട്ട് ചെയ്യണ്ടായോ? ഇനി അങ്ങനെ ചെയ്യും. അമ്മേ, എന്താ മോനെ, തൈലം വല്ലതും വേണോ?